ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും 4ാമത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഈ വരുന്ന ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ രണ്ട് പാഠങ്ങളിൽ നിന്നും 3ാമത്തെയും 4ാമത്തെയും പാഠങ്ങളിൽ നിന്നും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. ഈ മലയാളം മീഡിയം ടെക്സ്റ്റ് വയ്ക്കാനുള്ള കാരണം ഇതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഇതിനെ കാണാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3ാമത്തെ പാഠം എന്ന് പറയുന്നത് കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് ആണ്. ബന്ധുത്വം, ജാതി, വർഗം എന്ന് പറയുന്നതാണ് 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമേ ചോദിക്കുന്ന ഒരു 1 വേർഡ് ചോദ്യമുണ്ട്. ആരാണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത്, അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയത് ആരാണെന്നുള്ളത് സ്ഥിരം ചോദിക്കുന്നൊരു 1 വേർഡാണ്. ആരാണ്? VS സൂക്തങ്കർ ആണ്. ഓക്കെ, VS സൂക്തങ്കർ ആണ് നമ്മുടെ മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ, ഒരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് VS സൂക്തങ്കർ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതൊരു 1 വേർഡിന് കണക്കാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കുക. ആ ടോപ്പിക്സിൽ നിന്ന് വേറെയും 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്താണ് പിതൃദായക ക്രമം, അല്ലെങ്കിൽ പാട്രിലീനിയൽ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്. ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ 1 വേർഡിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. പാട്രിലീനിയൽ സിസ്റ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് ആ കാര്യം എന്താണെന്നുള്ളത് ഒരു ഡെഫിനീഷൻ കണക്ക് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ ഇങ്ങനൊരു ടോപ്പിക്കാണ് വിവാഹ നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ഓഫ് മാരേജ്. ഇതിനകത്ത് നമ്മളടുത്ത് ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻഡോഗമി എന്താണ്, അതുപോലെ എക്സോഗമി എന്താണ്. ഈ 2 കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എൻഡോഗമി, എക്സോഗമി മലയാളത്തിലും ഇതുപോലെ തന്നെയാണ് ചോദിക്കുക കേട്ടോ. ആക്ച്വലി മലയാളത്തിൽ വേറെ ടേംസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ എൻഡോഗമി, എക്സോഗമി എന്ന് തന്നെയാണ് മലയാളം മീഡിയംകാർക്കും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. മീൻസ് മലയാളത്തിൽ എഴുതിയിരിക്കും എൻഡോഗമി, എക്സോഗമി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 2 മാർക്കിന് നമുക്ക് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 വേർഡ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോഗമി, എക്സോഗമി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിന് ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ നോൺ ക്ഷത്രിയ കിങ്സ് അല്ലെങ്കിൽ ക്ഷത്രിയതര രാജാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ക്ഷത്രിയരല്ലാത്ത രാജാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത്. നോർമലി നമ്മൾ കേട്ടുള്ള കാര്യമാണ്. രാജവംശത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ക്ഷത്രിയരായിരിക്കും, അല്ലെങ്കിൽ ക്ഷത്രിയർക്കാണ് രാജ പദവിയും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളൊരു കാര്യം അല്ലേ. പക്ഷേ എവിടെ പറയുന്നത് ക്ഷത്രിയരല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരും പദവിയൊക്കെ അലങ്കരിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, മീൻസ് ഒരു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് വെക്കുക. 1 വേർഡിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് എന്താണ് ജാതി സിസ്റ്റം എന്നുള്ളത്, ജാതി എന്താണ്, വർണ്ണം എന്താണ്. ഇങ്ങനെ ഇത് 2ഉം കൂടി പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. ജാതി എന്താണ്, അതുപോലെ തന്നെ വർണ്ണ എന്താണെന്നുള്ളത്, വർണ്ണം. ഓക്കെ, അപ്പോൾ ഇത് 2ഉം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം കേട്ടോ. അത് നമുക്കൊരു 2 മാർക്കിനൊക്കെ തന്നെയായിരിക്കും അതും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് 4 വർണ്ണങ്ങൾ. അതായത് നമുക്കറിയാലോ 4 വർണ്ണ സിസ്റ്റം ഉണ്ട്. ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞിട്ട് 4 ആ ഒരു വർണ്ണ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ ഒരു വർണ്ണ സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. കാരണം അത് നമുക്കൊരു 5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വർണ്ണ സിസ്റ്റത്തിൽ ഈ ബ്രാഹ്മിൻസും, ക്ഷത്രിയാസും, വൈശ്യാസും, ശൂദ്രാസും ചെയ്യുന്ന അവരുടെ ജോലികൾ എന്താണ്, ഓക്കുപ്പേഷൻ എന്താണെന്നുള്ളത് കൂടി കൃത്യമായിട്ട് പഠിക്കുക. അതുകൂടി ചേർത്തായിരിക്കും നമുക്ക് ഷോർട്ടസ്റ്റേക്ക് വേണ്ടിയിട്ട് എഴുതാനായിട്ട് ചോദിക്കുക. പിന്നെ ഇങ്ങനെ ഒരു മെയിൻ ടോപ്പിക്കാണ് ബിയോണ്ട് ബർത്ത് റിസോഴ്സസ് ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ജെൻഡേർഡ് ആക്സസ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശത്തിലെ ലിംഗഭേദം എന്താണെന്നുള്ളതും, ദെൻ ഓൾസോ ഒരെണ്ണം കൂടിയുണ്ട് വർണ്ണ ആൻഡ് ആക്സസ് ടു പ്രോപ്പർട്ടി, വർണ്ണവും സ്വത്തവകാശം. ഈ ജെൻഡറും വർണ്ണവും ഈ ഒരു സ്വത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ച് വെച്ചേക്കും. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2ഉം ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ജെൻഡേർഡ് ആക്സസ് ടു പ്രോപ്പർട്ടീനെ പറ്റി മാത്രം എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ വർണ്ണ ആക്സസ് ടു പ്രോപ്പർട്ടീനെ മാത്രം എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ച് ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിച്ചില്ലെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ്, അതായത് ഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ മഹാഭാരതം പോലുള്ള അത്രയും പാവനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മഹത്തരമായിട്ടുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ആ ഒരു രീതിയിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ
ഇത്തരത്തിലുള്ളൊരു ഗ്രന്ഥം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് നോക്കണം, അത് ഓതർ ആരാണെന്ന് നോക്കണം, അതിലെന്ത് പറഞ്ഞിരിക്കുന്നു നോക്കുക, മീൻസ് ആരെഴുതി, എപ്പോൾ എഴുതി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കണം. അതൊക്കെയാണ് ഇതിനകത്ത് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പഠിച്ചിട്ട് പോവുക. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പിന്നെ നിങ്ങൾ അടുത്ത് അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് PYQസിലൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡൈനാമിക് ടെക്സ്റ്റ്, ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. അതായത് മഹാഭാരതത്തെയാണ് ഇവിടെ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, മീൻസ് ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ എന്താ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന ഒരു മീൻസ് എന്താ ഗ്രന്ഥം, ആ ഒരു രീതിക്കാണ്, മീൻസ് അത്രയും ഊർജ്ജസ്വലമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു 3-4 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇതൊക്കെ പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഓണം എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡൈനാമിക് ടെക്സ്റ്റ് എന്താണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3ാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്, വലിയ എസ്സേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഷോർട്ട് എസ്സേ മോഡലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പറഞ്ഞതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. വേറെയും കുറേ ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ 1 വേർഡ്സോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റുന്നുള്ളവർ മൊത്തത്തിൽ വായിച്ചിട്ട് പോവുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞത് അത്രയും വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് 4ാമത്തെ പാഠമാണ്. ഇതുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ 4ാമത്തെ പാഠം എന്ന് പറയുന്നത് തിങ്കേഴ്സ്, ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ് ആണ്. ചിന്തകരും വിശ്വാസങ്ങളും നിർമ്മിതികളും എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ് +2 ഹിസ്റ്ററിയുടെ. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ സാഞ്ചി സ്തൂപത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സാഞ്ചി സ്തൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് 1 വേർഡ്സ് ഒത്തിരി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. സാഞ്ചി സ്തൂപത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആര് പണി കഴിപ്പിച്ചു, അല്ലെങ്കിൽ അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സാഞ്ചി സ്തൂപത്തെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. എന്തിനു വേണ്ടിയിട്ടാണ് 1 വേർഡിന് ചോദിക്കുക, മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആക്ച്വലി നെക്സ്റ്റ് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്, യാഗങ്ങളും സംവാദങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് കണ്ടോ, ഇത് ഇംഗ്ലീഷിലും മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻസ് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റുകാരുടെ കയ്യിലും ഇത് കറക്റ്റായിട്ടുണ്ട്. ഇതിനകത്ത് കുറേ ആൾക്കാരും അവരുടെ ജന്മദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കുറേ തിങ്കേഴ്സും അവരുടെ പ്ലേസസും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെപ്പോഴും മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചൈനയിലുള്ള വ്യക്തിയാണ് ക്വാങ്സി എന്ന് പറയുന്നത്, ഇറാനിലെ വ്യക്തിയാണ് സരദൂസ്ട്ര എന്ന് പറയുന്നത്, ഗ്രീസിലെ സോക്രട്ടീസ് ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്, ഇന്ത്യയിലാണ് മഹാവീരനും ഗൗതമ ബുദ്ധനും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് തിങ്കേഴ്സും അവരുടെ പ്ലേസസ് എവിടെയാണെന്നുള്ളതും ആ ഒരു ഈ ഒരു മേജർ ടോപ്പിക്കിന് താഴെയുള്ള ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലുണ്ട്. അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന 1 വേർഡാണ് കേട്ടോ. മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ മിക്കവാറും ചോദിക്കുന്നതാണ്, 1-2 ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബാക്കി കാര്യങ്ങളോട് പഠിക്കേണ്ടതുണ്ട്. യാഗപാരമ്പര്യം അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ട്രഡീഷൻ, നൂതനമായിട്ടുള്ള ചോദ്യങ്ങൾ, ന്യൂ ക്വസ്റ്റ്യൻസ്, പിന്നെ സംവാദങ്ങളും ചർച്ചകളും, ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു 3 സബ് ടോപ്പിക്കാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ മെയിൻ ചോദ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാക്രിഫൈസസ് ആൻഡ് ഡിബേറ്റ്സിനെ പറ്റിയിട്ടായിരിക്കും എഴുതാൻ പറയുക. അപ്പോൾ അതിനകത്ത് ആ 3 സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നവർ പഠിച്ചിട്ട് പോവുക. അത് അത്ര കണ്ടങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, പക്ഷേ എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി ഈ ഒരു ഓണം എക്സാം അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാംസിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്നുള്ളവരൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, അല്ലാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 1 വേർഡ് മാത്രം എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോയാൽ മതിയാവും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ജൈനിസമാണ്. അപ്പോൾ ജൈനിസം മഹാവീരൻ്റെയാണ്. സോ അത് മഹാവീരനെ പറ്റിയിട്ട് അയാളുടെ കുറേ ബയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നുണ്ട്, എവിടെ ജനിച്ചു അല്ലെങ്കിൽ അയാളുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതിനകത്ത് നിന്നൊക്കെ 1 വേർഡ്സും ചോദിക്കാറുണ്ട്. പിന്നെ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ജൈന മതത്തിലൂടെ
മഹാവീരൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെ തത്വങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് ജൈനിസം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതത്ര നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ജൈനിസം ഫുള്ളായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ഷോർട്ട് എസ്സേ ലെവലിൽ 5-6 മാർക്കിനൊക്കെ ജൈനിസം ചോദിക്കാറുണ്ട്. ഓക്കെ, ഷോർട്ട് എസ്സേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1 വേർഡ്സ് ഒക്കെ അതിനകത്തുനിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ജൈനിസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക. അടുത്ത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസം നമ്മുടെ ബുദ്ധൻ കൊണ്ടുവന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ള കാര്യമാണല്ലോ. ബുദ്ധൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തു നിന്നൊക്കെ നമുക്ക് 1 വേർഡ്സ് ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ബുദ്ധൻ്റെ ടീച്ചിങ്സ് എന്തൊക്കെയായിരുന്നു, ഈ ബുദ്ധിസത്തിലൂടെ ബുദ്ധൻ എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടീച്ചിങ്സ് ഓഫ് ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഷോർട്ട് എസ്സേ ചോദ്യമാണ്. ജൈനിസം ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ബുദ്ധിസം ചോദിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ബുദ്ധിസം നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം കാണിച്ച ഒരു സബ് ടോപ്പിക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഇടയ്ക്ക് വരാറുണ്ട്, വരൂല എന്നല്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജൈനിസം ബുദ്ധിസം ഒക്കെ എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക. കാരണം ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ ടീച്ചിങ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. പിന്നെ ബുദ്ധൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലേസസ് ഒക്കെ പറയുന്നുണ്ട്. സാരനാഥ്, ബോധ് ഗയ, കുസിനഗര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്ലേസസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. നമുക്ക് മാപ്പിനൊക്കെ വരയ്ക്കാനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്തൂപ. ഓക്കെ, സ്തൂപാസിനെ പറ്റിയിട്ട് എന്താണ് സ്തൂപാസിൻ്റെ എന്താണ് ആക്ച്വലി എന്താണ് സ്തൂപങ്ങളെന്ന് പറയുന്നത്? ഈ ബുദ്ധനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധ സന്യാസിമാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളും അവരുടെ അവശിഷ്ടങ്ങളും ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള പ്ലേസാണ് ഈ സ്തൂപ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒത്തിരി സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കണക്ക് പഠിച്ചിട്ട് അടുത്ത് പഠിക്കേണ്ടത് സ്തൂപത്തിൻ്റെ ഘടനയാണ്. സ്ട്രക്ചർ ഓഫ് സ്തൂപ എവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ സ്തൂപത്തിൻ്റെ ഒരു ഘടനയുണ്ട്, മീൻസ് സ്തൂപം നിർമ്മിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടന എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അവിടെ ഇങ്ങനത്തെയൊക്കെ കുറച്ച് ടേംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അണ്ട, അതുപോലെ തന്നെ യഷ്ടി, ഛാത്രി, ഹർമിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ വാക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. സ്ട്രക്ചർ ഓഫ് സ്തൂപ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഈ സ്തൂപ എന്ന് പറയുന്ന ടോപ്പിക്ക് അങ്ങനെ വാരി വലിച്ചൊന്നും പഠിക്കണമെന്നില്ല. ജസ്റ്റ് സ്തൂപങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് പഠിക്കേണ്ട എന്താണ്, ഈ സ്ട്രക്ചർ ഓഫ് സ്തൂപയാണ്. മീൻസ് സ്തൂപത്തിൻ്റെ ഘടന എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ആ സ്ട്രക്ചറിനകത്താണ് ഈ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു 3-4 മാർക്കിനൊക്കെ സ്ട്രക്ചർ ഓഫ് സ്തൂപത്തിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. സ്തൂപത്തിൻ്റെ ഘടനയെ പറ്റി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു ടോപ്പിക് കൂടി പഠിച്ചാൽ മതി. അതായത് പുതിയ പാരമ്പര്യങ്ങൾ, ന്യൂ റിലീജിയസ് ട്രഡീഷൻസിനകത്ത് മഹായാന ബുദ്ധിസം എന്താണ്, അതോടൊപ്പം തന്നെ ഹീനയാന ബുദ്ധിസത്തെ പറ്റിയിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹീനയാന ബുദ്ധിസത്തെ പറ്റിയിട്ടും ഇതിനകത്ത് തന്നെയാണ് അത് വരുന്നത്. ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ 4-5 മാർക്കിന് അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ 1 വേർഡിനോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഷോർട്ട് എസ്സേ ആയിട്ട് തന്നെ പഠിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. ഹീനയാന ബുദ്ധിസം എന്താണ്, മഹായാന ബുദ്ധിസം എന്താണ്, കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അതൊരു ഷോർട്ട് എസ്സേ കണക്കിന് പഠിക്കേണ്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇതൊരു ആക്ച്വലി ഒരു വലിയ ചാപ്റ്ററാണ്. ഇനിയും ഇതിനകത്ത് കുറേ ടോപ്പിക്സ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ പറ്റുന്നവർ വായിച്ച് വെക്കുക. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. പിന്നെന്താ, ബാക്കി ടൈമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളോട് വായിച്ചൊന്ന് വച്ചിരിക്കുക. ഓക്കെ, എസ്പെഷ്യലി ഇതിനകത്ത് ബുദ്ധിസവും ജൈനിസവും ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കി നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ.